ഹലോ, ഹായ് 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 എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒരു 10 മിനിറ്റ് ആവുന്നതിന് മുമ്പ് വീഡിയോ ഞാൻ ശരിക്കും പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തും ഞാൻ ആ വീഡിയോ കണ്ടതാണ്. ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷവും വീഡിയോ ഓപ്പൺ ചെയ്ത് ഞാൻ കണ്ടാണ്. കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ വീഡിയോ അപ്രത്യക്ഷമാവുകയാണ്. അപ്രത്യക്ഷം, അതായത് ഇത് എന്തോ സംതിങ് സാധനം ഇങ്ങനെ കാണിച്ചു ഫേസ്ബുക്കിനകത്ത്. ഞാൻ വീണ്ടും ബാക്കിലോട്ട് പോയി നോക്കുമ്പോൾ എന്റെ ആ വീഡിയോ ഇല്ല. ഞാൻ ഇതിനകത്ത് വന്ന് എന്റെ ഒപ്പീനിയൻ പറയുന്നത് എനിക്ക് കൂടെ ബാധിച്ച ഒരു വിഷയത്തിന്മേലാണ്. അത് മനസ്സിലാക്കണം. ഓക്കെ, ഇതുവരെ ഈ നിലവിൽ ഇത്രയും ഈ 1 to ഇതുവരെ 5 വരെ കഴിഞ്ഞ സീസണുകളിലൊന്നും നമുക്ക് ഇത്രമാത്രം ഒരു പ്രശ്നകരമായിട്ടുള്ള ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ അഖില് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലെ വലിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നില്ല. നമ്മളെല്ലാവരും ഓരോ സീസണുകളെയും പറ്റുന്ന രീതിയിലൊക്കെ വിമർശിക്കുകയും വിയോജിപ്പുകൾ പറയുകയും നമ്മളുടെ ഇഷ്ടക്കേടുകൾ പറയുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അല്ലാതെ അതിലപ്പുറത്തേക്ക് നമുക്ക് പേഴ്സണലി സെൻസിറ്റീവായിട്ട് ഇത്രയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അഖില് 2 ദിവസം മുമ്പ് നടത്തിയ പരാമർശം നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഒരുപാട് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് പണ്ടാരടങ്ങി കുറെ ബോഡി ലാംഗ്വേജും കുറെ ഓവർ ആക്ഷൻസും കുറെ സംഭവങ്ങളൊക്കെ കാണിച്ചെന്ന് വെച്ചിട്ട് പറയുന്നതിനകത്ത് വസ്തുതകളൊന്നും ഉണ്ടാവില്ല. വസ്തുതകൾക്ക് എപ്പോഴും പ്രൂഫ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അതായത് തെളിവുകൾ. ഏവന്മാർക്ക് വേണ്ടെങ്കിൽ ഇത് പറയാം. ഇതിനു മുമ്പും ഇതുപോലെ എനിക്കെതിരെ തന്നെ അലിഗേഷൻസുകൾ പലതരത്തിലും തോന്നിയ പോലെയൊക്കെ പറഞ്ഞിട്ടുള്ളവന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രൂഫ് എന്ന് പറയുന്നത് മസ്റ്റാണ്. നമ്മള് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു വസ്തുത ഉണ്ടാവണം. അതിന് അതായത് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവണം എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അഖില് കുറേ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, കുറേ സ്റ്റേറ്റ്മെന്റുകൾ. പക്ഷെ മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ തൊടൂല. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല അത്. പക്ഷെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ഇത് സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിച്ച, ബിഗ് ബോസ് ഹൗസിനകത്തെ സ്ത്രീകളെ മുഴുവനും അടച്ചാക്ഷേപിച്ച വിഷയത്തിൽ സംസാരിക്കേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലാസ്റ്റായിട്ട് അഖിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അഖില് എന്തോ വലിയ സംഭവം ഇവിടെ ഉണ്ടാക്കി. ആ സംഭവ വികാസത്തിന്റെയൊക്കെ ഒടുവിലായിട്ട് ഇത് ഹോട്ട്സ്റ്റാറിന്റെ ഹെഡ് വിളിച്ചിട്ട് അഖിലിനോട് പറഞ്ഞു ഇത്രേ. ഹോട്ട്സ്റ്റാറിന്റെ ഹെഡ് എന്നൊക്കെ പറയണ എനിക്ക് അറിയില്ല. എനിക്ക് കിഷൻ സാറോ മറ്റോ ഒക്കെ സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആണ് അവൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതും കൂടെയൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പ്രിയപ്പെട്ട ഓഡിയൻസിനോട് വളരെ സ്നേഹത്തോടു കൂടി പറയാണ്, ഒരു 5th സീസണിൽ ഞാൻ ഉൾപ്പെടെ ഉള്ളവര് കബളിപ്പിക്കപ്പെട്ടു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പ്രൗഡായിട്ട് പോയി സുഹൃത്തിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ് ഞാൻ. എക്സ് കണ്ടസ്റ്റന്റ് എന്ന നിലയിലും കൂടെ നല്ല രീതിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഇനി ചിലപ്പം നമ്മളെ സപ്പോർട്ടൊന്നും ആവശ്യമില്ലായിരിക്കും. അതൊക്കെ പോട്ടെ, പോയി പണി വെക്കാൻ പറ എന്നുള്ള ലെവലൊക്കെ ആയിരിക്കും. അത് പ്രശ്നമില്ല. അത് ഒരു തെറ്റ് പറ്റിപ്പോയി. അതിന് ആദ്യമായിട്ട് എല്ലാവരോടും ഞാനങ്ങ് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ തെറ്റ് ഇങ്ങനെ ഇത് വരുമെന്ന് പ്രതീക്ഷയില്ല. ഈ നന്ദി ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയാ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളായി മാറും അഖിൽ മാരാർ എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത അത് തന്നെയാണ്. ഇനി ഇയാളൊരു സ്ഥലത്ത് പോയാൽ തന്നെ ഇയാളെ എന്ത് ട്രസ്റ്റിന്റെ പുറത്ത് ആളുകൾ നിർത്തും. ഇയാൾ അവസാനം നാളെ ചെന്നിട്ട് ഇയാൾ പറയാൻ പോണത് അവരങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു കുറെ അലിഗേഷൻസ് എല്ലാ മനുഷ്യർക്ക് വെക്കാൻ പറ്റും. എല്ലാ മനുഷ്യർക്കും പഞ്ചപുഷ്ട അടക്കി ഒരാളിന്റെ മുമ്പിൽ അങ്ങ് നിന്നോളണം എന്ന ലെവലിലൊക്കെ ചിലപ്പോൾ ഇനി അഖിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്നും ആരും ഇവിടെ ചോദിക്കാനും വന്നിട്ടില്ല. അഖിൽ മാരാർ വളരെ ക്ലിയർ കട്ടായിട്ട് പറയാം. അഖില് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകളെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അഖില് പിൻവലിക്കണം. വളരെ നല്ല രീതിയിൽ പറയാണ്. ഇത് ലാസ്റ്റായിട്ട് ഞാൻ സംസാരിക്കുന്ന അവസാനമായിട്ടാണ്. പിൻവലിക്കണം. റീസൺ ബാധിക്കപ്പെട്ട ആളുകളുണ്ട്. ഏകദേശം 22 പേരിൽ പുറത്ത് സീസൺ 1 മുതൽ സീസൺ 6, ഇപ്പം സീസൺ 6 നടക്കും, സീസൺ 5 വരെ ഉള്ളതിൽ പലരെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് പേഴ്സണലി എന്നെ വിളിച്ച് പറഞ്ഞു. വളരെ സ്നേഹത്തോടെ പറയുന്നതാണ്. പല ആളുകൾക്കും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സൈബർ ബുള്ളിംഗ് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടാണ് പലരും വന്ന് പബ്ലിക്കായിട്ട് ഒപ്പീനിയൻ പറയാത്തത്. വളരെ നല്ല രീതിയിൽ വരെ പല ആളുകളും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ തസ്നി ചേച്ചി ആയിക്കോട്ടെ, ഇതൊക്കെ അവരൊക്കെ നിങ്ങളെ സീസണിലുള്ളവരല്ല, മുന്നത്തെ സീസൺ ഞാനായിക്കോട്ടെ സംസാരിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവര് വന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിന്റെ വെട്ടുകിളി കൂട്ടങ്ങൾ ചെന്ന് അവരെ അറ്റാക്ക് ചെയ്യും എന്നുള്ള ഭയം കൊണ്ടിട്ടാണ്
പലരും വന്ന് പറയാത്തത്. പലരുടെയും ഇൻബോക്സിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്നുള്ളത് ഫേക്ക് ഐഡികളിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. അഖിൽ മാരാർ മനസ്സിലാക്കാനുള്ളത്, അഖിൽ മാരാർ ഇപ്പം ഒരു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ ആളുകള് എന്തോ അഖിൽ മാരാർ പറഞ്ഞതിന്റെ വലിയ ഒരു ഇതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ഹോട്ട്സ്റ്റാറിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് എന്തോ ഒരു ടീമിനെ നിശ്ചയിച്ചിട്ട് അതിൽ അന്വേഷണം നടത്താന്ന് പറഞ്ഞു. ഉണ്ടയാണ്, ഉണ്ട എന്ന് പറയും. മനസ്സിലായോ? അഖിൽ മാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും അവിടെ ഉള്ള ആളുകൾക്കൊന്നും കൊണ്ടിട്ട് പോലുമില്ല. അഖിൽ മാരാറെ, നീ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ അതിന് പ്രൂഫ് വേണം. പ്രൂഫ് വെക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇതില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ പേരിൽ ഡിഫമേഷൻ ഫയൽ ചെയ്യാനുള്ള വകുപ്പുണ്ട്. അഖിൽ മാരാർ എന്തുകൊണ്ടാണ് ആ സാധനങ്ങൾ കൃത്യമായിട്ട് വരാതെ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി മാത്രം ഓരോന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കണേന്ന് വെച്ചാല് അഖിലിന് അറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നുള്ളത്, അത് ആളുകൾ കേസ് ഫയലായിട്ട് പോകുന്നുള്ളത് അഖിലിന് അറിയാം. അതുകൊണ്ട് തന്നെ അഖിലിനത് പറയാൻ പറ്റില്ല, പ്രൂഫ് ഇല്ല. ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരുപാട് ആൾക്കാർ പല വിഷയങ്ങളും പറയുന്നുണ്ട്, പറയാതൊന്നും ഇരിക്കണമെന്നില്ല. പക്ഷെ അടച്ചാക്ഷേപിച്ച് ഒരു സ്പേസ് കിട്ടി ആളുകൾ എല്ലാവരും കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങൾക്കൊരു കപ്പെടുത്ത് കയ്യിൽ തരുമ്പോൾ നിങ്ങളെ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥകൾക്കനുസരിച്ച് നിങ്ങളെ ലീഡറാക്കി ഇവിടെ നിയമിച്ചു വെച്ചിട്ടൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഷോയുടെ ടൈറ്റിൽ വിന്നർ, അത്രയേ ഉള്ളൂ. പിന്നെ അഖിൽ മാരാർ കിടന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും അഖിൽ മാരാറിന് എന്റമോളായിട്ട് ബിഗ് ബോസ് ആയിട്ട് ഈ ടീമൊക്കെ ആയിട്ട് അഖിലിന്റെ മറ്റേ സിബിൻ പറഞ്ഞ മാതിരി നെറ്റ്വർക്ക് ഭയാനകമായിട്ട് അഖിലിന് അങ്ങനെ ഒരു ക്രിയേഷൻ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതും ഉണ്ടയാണ്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ആളുകൾ മാത്രമാണ്. മറ്റുള്ള ആളുകൾ നമ്മളടുത്ത് സംസാരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് 9 അല്ലെങ്കിൽ കൂടിപ്പോയ 13ഓളം ആളുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞു, അത്രയും ആളുകൾ വന്നിരുന്ന് മോണിറ്റൈസ് ചെയ്ത് കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. പല ആളുകളടുത്തും പല ആളുകളെയും വിട്ടിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ കിട്ടാത്ത പിള്ളേരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അവർക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വറ്റി തീർക്കാനുള്ള ശ്രമങ്ങൾ പല ആളുകളും, ഇതിന് അഖിൽ എന്നല്ല ഞാൻ പറയില്ല കേട്ടോ, പല ആളുകളും വെളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നമ്മളോടൊക്കെ തന്നെ ബിഗ് ബോസിൽ പോവാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന പല പെമ്പിള്ളേരും പലരും വിളിച്ചിട്ട് പറയുന്നു അത്രേ, നിങ്ങൾ ഒന്ന് രംഗത്തേക്ക് വരണം. ആരെങ്കിലും നിങ്ങളുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, വെറുതെ ചാറ്റ് മാത്രം മതി, നിങ്ങൾ വെറുതെ ഹായ് ഹലോ എന്ന് അയച്ച ചാറ്റ് മാത്രം മതി അയാളെ കൊടുക്കാൻ, അതാണ് എന്ന ലെവലിലൊക്കെ സംസാരിക്കുന്നത്രയാണ്. ഭയങ്കര നെറ്റ്വർക്ക്, നല്ല അജണ്ടകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, നല്ല രസമുണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ട്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന ദിയാസന എന്തുകൊണ്ടാണ് അഖിൽ മാരാർ പറഞ്ഞ 2 സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാത്തതെന്ന്, 2 സ്ത്രീകൾ കേസ് കൊടുത്താൽ ഞാൻ നിൽക്കും. ഈ വിഷയത്തിനകത്ത് എനിക്ക് എന്റെ ആത്മാഭിമാനം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ആത്മാഭിമാനത്തിന്റെ ചോദ്യം ചെയ്യപ്പെടൽ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കാം. അതായത് നമ്മളെപ്പോഴും പറയല്ലോ നമ്മളെ കാര്യം എന്നുള്ളത്, എന്റെ കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എനിക്ക്. മാത്രമല്ല ഇത്തരത്തിൽ അലിഗേഷനായിട്ട് 2 സ്ത്രീകൾ വരുമ്പോൾ ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നതിനോടൊപ്പം തന്നെ അവരത് തെളിയിക്കപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. വെറുതെ അവരും വന്നിട്ട് അലിഗേഷൻ പറഞ്ഞിട്ട് പോയാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനൊരു സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പം 2 വീഡിയോകളെ പറ്റിയിട്ടും അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അതിനകത്ത് അതിനകത്തും എനിക്ക് വസ്തുതകൾ വേണം. അവൻ ഭയങ്കരമായിട്ട് വന്നിട്ട് ലൈവിൽ വന്നിരുന്ന് പറഞ്ഞു, വീഡിയോയിൽ വന്നിരുന്ന അഖിൽ പറഞ്ഞു ഭയങ്കര പ്രൗഡുണ്ട് അഖിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രംഗത്തേക്ക് വരാൻ ആളുകൾ, അഖിൽ രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ലൈവിൽ വന്ന് സംസാരിക്കുന്നത്? ഞാൻ ലൈവിൽ വന്ന് സംസാരിക്കുന്നത് അഖിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് ഹൌസിലെ മുഴുവൻ അടച്ചാക്ഷേപിച്ച സ്ത്രീകളെ പറ്റിയിട്ട് പറഞ്ഞു, ഞാൻ അതിനെതിരെയാണ് സംസാരിക്കുന്നത്. അഖിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളെ പറഞ്ഞാലോ അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന കഥ പറഞ്ഞാലോ കയറി കിടക്കുന്ന കഥ പറഞ്ഞാലോ ഒന്നും ഞാൻ വന്ന് ഏറ്റുപിടിക്കൂല അഖിലെ, എനിക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ അഖിൽ ഇവിടെ പറഞ്ഞു, ഇത് അഖിലിന്റെ ആൺബോധം, ഉള്ളിലുള്ള മറ്റേ സ്വത്വബോധം അനുവദിക്കാതെ അഖിലിന്റെ മറ്റേ എന്താ പറയാ മെയിൽ ഷോവനിസ്റ്റ് അഖിൽ ഭയങ്കര അഖിൽ മാരാറിനെ പറ്റിയിട്ട് പറയണം ഒരാൾ വന്നിട്ട് കിടന്നു കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ അഖിൽ മാരാർ എന്തോ ചെയ്യും? അഖിൽ മാരാർ അതിന് എന്താ, അയ്യോ ഞാൻ അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും ആത്മാഭിമാനം ഉണ്ട്, നിങ്ങൾ ഇനി എത്രയൊക്കെ അങ്ങ് പോയി, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ പറയണതാണ്, ഇയാൾ വന്നിരുന്ന് തള്ളി തമ്പുരാൻ കളിക്കും. ദയവ് ചെയ്ത്, ഞാൻ വേണ്ടാന്ന് വിചാരിച്ച ദയവ് ചെയ്ത് നിങ്ങൾ വസ്തുതകളെ മനസ്സിലാക്കാതെ പോകരുത്. ഞാൻ അഖിൽ മാരാർ പറഞ്ഞ വേറെ ഒരു സ്റ്റേറ്റ്മെന്റുകളെയും ഞാൻ ഏറ്റുപിടിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്കെതിരെ അടച്ചാക്ഷേപിച്ച കാര്യത്തെ മാത്രമാണ്. അയാൾ ഇന്നും ലൈവിൽ വന്നിട്ട് സംസാരിച്ചു. മറ്റേ നമ്മുടെ ഹൈദർക്കാട് ഇന്റർവ്യൂവിൽ അവൻ പറഞ്ഞു അവന്റെ സീസണിലുള്ള പെണ്ണുങ്ങളല്ല. അപ്പം
മറ്റേ പെണ്ണുങ്ങളാണ് മറ്റു സീസണിൽ. അപ്പം എനിക്ക് ബാധ്യതയുണ്ടോ പറയാൻ? ഞാനൊരു സീസണിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ എനിക്ക് ബാധ്യതയുണ്ടോ പറയാൻ? അപ്പൊ ഞാൻ സംസാരിക്കും. മനസ്സിലായില്ലേ? അപ്പം അതിന് നിന്റെ ആളുകളെ കൊണ്ടുവന്ന് എന്നെ അറ്റാക്ക് ചെയ്യിപ്പിച്ച് എനിക്ക് ഇതൊന്നും ഏക്കൂല. സത്യസന്ധമായി ഞാൻ പറയട്ടെ, എനിക്കിതൊന്നും ഏക്കൂല. ഞാൻ വളരെ മാന്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയണതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് സംസാരിക്കേണ്ടി വരുന്നതാണ്. ഞാനും വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞ ഒരു വിഷയമാണ്. കാരണം ഒരു ഉളുപ്പില്ലാതെ, ഒരു നാണവും ഇല്ലാതെ, ഒരു മാനവും ഇല്ലാതെ സ്വന്തം, അതായത് എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് കിട്ടി, ഞാൻ എന്റെ ലൈഫിൽ അച്ചീവ് ചെയ്തതൊക്കെ ഈ ഒരു ഷോ കാരണമാണെന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു നാറിയ ചിന്തയുള്ള അഖിൽ മാരാറിനോട് എനിക്ക് ഭയങ്കരമായ പുച്ഛം മാത്രമാണ്. കാരണം നിങ്ങളെ ഒരു തരത്തിലും വാല്യൂ ചെയ്യാനോ നിങ്ങളെ വിശ്വസിക്കാന്ന് വെച്ചാൽ ട്രസ്റ്റ്, നിങ്ങളെ വിശ്വസിക്കാൻ ഒട്ടും കൊള്ളാത്ത ഒരുത്തനായി നീ മാറിയിരിക്കുകയാണ്. അതായത് നീ അത് പ്രൂവ് ചെയ്തിരിക്കണം, നിന്നെ വിശ്വസിക്കാനേ കൊള്ളില്ലെന്ന്. ഒരാൾ വന്ന് വസ്തുതകളെന്ന് പറഞ്ഞ് നിന്റെ അടുത്ത് വന്ന് വല്ലതും പറഞ്ഞാ അത് അവർ പറയൂല, ഇനി നിന്റെ അടുത്ത് പറയൂല. നിന്നെ ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ പോലും അവർക്ക് ഭയമായിരിക്കും നിന്റെ അടുത്ത് ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട്. കാരണം ചിലപ്പോൾ നിന്റെ ഫെയിം കൊണ്ടിട്ട് നാളെ ഈ പറഞ്ഞ പോലെ തസ്മി ചേച്ചി ഒരു വീഡിയോയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, നീ വലിയൊരു ഡയറക്ടർ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു നിന്നെ അപ്പോഴും ചാനൽ വിളിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്ഡേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഉള്ള മനുഷ്യരെ വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഡിയൻസ് ഉള്ള മനുഷ്യരെ വേണം, സ്വീകാര്യത ഉള്ള മനുഷ്യരെ വേണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിന്നെപ്പോലെ ഒരു മനുഷ്യന് ഇനി മുന്നോട്ട് ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ സക്സസ് ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട് കണ്ടോ. കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരുത്തനാണെന്ന് വിശ്വസിച്ച ഒരു ആളാണ്. എന്തൊക്കെയോ ആർഗ്യുമെന്റുകൾ നടത്തുന്നു. വന്നിട്ട് ഒരു സീസൺ 5 കഴിഞ്ഞിട്ടും സീസൺ 6 ആയിട്ടും ആ രാജാവ് സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഭയങ്കര മാസീവ് സംഭവം കാണിക്കുന്നു. അഖിൽ മാരാർ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, ഒരു വളരെ സത്യസന്ധമായ ഒരു കാര്യം. ബിഗ് ബോസ് സീസൺ 2 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു രജിത് കുമാറിനെ. പക്ഷെ ഇപ്പൊ അത് പറയേണ്ടി വരുന്നതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രജിത് കുമാർ അതിനുള്ളില് ഒരു പെൺകുട്ടിയുടെ കണ്ണില് മുളക് തേച്ചത് കാരണമാണ് അയാൾ അവിടെ നിന്ന് പുറത്താക്കുന്നത്. അയാൾ ഷോയിന്റെ TRP അങ്ങേ അറ്റം ഉയർത്തിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. അയാളുടെ കുറെ വെട്ടുകളി കൂട്ടവും അയാളുടെ നിലപാടുകളെ ഞാൻ എതിർത്തതിന്റെ പേരിൽ എന്നെ അറ്റാക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സീസൺ 2 അതെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, അയാൾ ഇറങ്ങി വന്നപ്പോ എയർപോർട്ടിൽ കിട്ടിയ ഒരു സ്വീകരണമുണ്ട്, ഭയങ്കര ഒരു വലിയ മാസീവ് സ്വീകരണമുണ്ട്. അത് അഖിൽ മാരാറിന് അറിയോന്ന് അറിഞ്ഞൂടാ. അഖിൽ മാരാർ വന്ന സമയത്ത് അഖിൽ ഭയങ്കര വിനയത്തോടുകൂടി, അയ്യോ എന്നെ ഇങ്ങനെയൊന്നും ആരാധിക്കപ്പെടരുതേ, ഒന്ന് മാറിയൊക്കെ നിൽക്കണേ എന്നൊക്കെ അവിടെ കുറച്ച് ആളുകൾ കൂടിയപ്പോ പറഞ്ഞു. ഇരട്ടിയായിരുന്നു സീസൺ 2. ഏത് വർഷം നോക്കണം, 2019. 2023 അഖിൽ മാരാറിന്റെ പ്രകടനം. 2019 അമ്മാതിരത്തെ മാസ് ഓഫ് ടീം സപ്പോർട്ടേഴ്സ് വന്ന് ഒരു കണ്ടസ്റ്റന്റിനെ ആഘോഷിക്കപ്പെടുകയുണ്ടായിരുന്നു. അതുകൊണ്ട് ചരിത്രത്തിനകത്ത് അതിലപ്പുറത്തേക്കൊന്നും ആളുകൾ ആഘോഷിച്ച ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ താല്പര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ജനങ്ങൾ സ്വീകരിച്ച ഒരു സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. എന്റെ ലൈവിനകത്ത് പ്രധാനപ്പെട്ട, ഞാനിപ്പോ ഒന്നുകൂടെ പറയുന്നത്, എന്റെ ലൈവിനകത്ത് എന്റെ വീഡിയോക്കകത്ത് താല്പര്യമില്ലാത്തവൻ ഇറങ്ങിപ്പോടാ എന്ന് ഞാൻ പറയും, ഇറങ്ങിപ്പോടി എന്ന് ഞാൻ പറയും. കാരണം നിനക്കൊക്കെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നീയൊക്കെ വീട്ടിൽ പോയി വേറെ വല്ല പണിയെങ്ങാനും ചെയ്യട്ടെ. എന്റെ ലൈവിനകത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് വസ്തുതകളാണ്, എനിക്ക് പറയണം എന്ന് തോന്നിയ കുറച്ച് വസ്തുതകളാണ്. തീട്ടം ഛർദ്ദിക്കാനെന്നും എന്റെ ലൈവ് ഞാൻ ഇട്ട് തരത്തില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യും. ഒന്നാമത്തെ കാര്യം ഞാൻ ഡിലീറ്റ് ചെയ്യും. കാരണം ഞാൻ ഈ 3 ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുള്ളിങ് ചില്ലറയല്ല. ഞാൻ ഒരു നാണോ ഒരു മാനോ ഇല്ലാതെ വീണ്ടും വന്ന് പറയുന്നത് ആത്മാഭിമാനം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഒരു രീതിയിലും തയ്യാറുമല്ല. അങ്ങനെ പേടിപ്പിക്കാമെന്ന് ആരും വിചാരിക്കാൻ വേണ്ട. ഇത് വേറെ ജീനാണെന്ന് ഒരു കുറേ നേരം കൊണ്ട് പറയാണ്, ഇത് വേറെ ജീനാണ്. പിന്നെ പറയാൻ വേണ്ടിയിട്ട് വന്ന് കാണും, എന്നാ കുറച്ച് തള്ളക്കി വിളിക്കണം, അതിലത്തെ ഫ്രസ്ട്രേഷൻ തീർക്കണം, എന്നിട്ട് അതിൽ സുഖം എടുക്കണം, എന്നിട്ട് പോകണം. അങ്ങനെയൊക്കെ കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവർക്കായിട്ട് ഞാൻ പറഞ്ഞതാണ്. വളരെ നല്ല രീതിയിൽ കേട്ടോണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തൊന്നും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനലിന്റെ തലപ്പത്ത് എന്തോ ഉണ്ടാക്കി, അവൻ എന്തോ ഇതായി, അവിടുത്തെ ടീമുകളെ നിശ്ചയിച്ചിട്ട് അവിടെ പരിശോധന അങ്ങനത്തെ ഒരു കുന്തോ നടന്നിട്ടില്ല. വെറും കള്ളത്തരമാണ്, വെറും കള്ളത്തരം. കാരണം ആളുകളെ മുമ്പിൽ പിണയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത്, അവന്റെ തന്നെ സീസണിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ വിചാരിച്ചു അഖിൽ മാരാർ ചില കാര്യങ്ങൾ പറയുന്നതിനകത്ത് അഖിൽ മാരാറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത്. ഇന്നലെ പോലും അഖില് ഇട്ട ലൈവിനകത്തൊക്കെ റിനോഷിനെ പറ്റി പറയുന്നതും നാദ്രനെ പറ്റി പറയുന്ന സാധനങ്ങളൊക്കെ അഖിലിന്റേതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും, അഖിലെന്തോ ഫേവർ ചെയ്തു, അഖിലെന്തോ അവരങ്ങ് അങ്ങനെ ഇതാക്കി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് അഖിലിന്റെ വർത്താനം ഉണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ റിനോഷിനെ വളരെ മോശമായിട്ട് അഖില് തന്നെ ബുള്ളി ചെയ്യാണ്. അഖിലിന്റെ വീഡിയോയിൽ റിനോഷിനെ ബുള്ളി ചെയ്യാണ്. ഇയാൾ ആരെന്നാണ് ഇയാളുടെ വിചാരം? അഖിൽ
അഖിൽ ഒറ്റയ്ക്ക് വളർന്നു വന്നവനല്ല. നിനക്ക് ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അഖിലെ രക്ഷപ്പെട്ടത്. ഒരു സ്ത്രീയെ നല്ല രീതിയിൽ തോന്നിയപ്പോലെ ഒക്കെ അപരാധം പറഞ്ഞപ്പോഴും ഒരു പാവം പിടിച്ച ഒരു ചെറുക്കനെ എടുത്ത് നീ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോഴൊക്കെ നിന്റെ മാസിനെ സപ്പോർട്ട് ചെയ്താണ് ആളുകൾ. പക്ഷെ നമ്മളൊക്കെ വളരെ ഫണ്ണി ആയിട്ടും ഭയങ്കര രസകരമായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. അങ്ങനെയാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വീകാര്യത ഉണ്ടായത്. മനസ്സിലായോ? ഇന്നിപ്പം ഈ സിബിൻ എന്ന് പറയുന്ന ഒരാൾ പോലും ഇതുപോലെ ബിഗ് ബോസ് ഏതൊരു സ്ത്രീയെയും ഭയങ്കരമായി അടിച്ചമർത്തി ഒരു പെണ്ണിനെ വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരുത്തൻ മാസാണ്. അത് എവിടെ നമ്മുടെ സമൂഹം അത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സിബിന്റെ കേസിൽ പോലും അങ്ങനെയാണ്. പക്ഷെ സിബിന് കുറച്ച് മര്യാദ കാണിച്ചു തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ സിബിന്റെ കാര്യങ്ങൾ സിബിന് വേണ്ടി വോയിസ് റൈസാവേണ്ട കാര്യമൊന്നുമില്ല. അവൻ നല്ല അടിപൊളി ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരുത്തനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സിബിന് വാ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിബിന്റെ വോയിസായി വന്നാണല്ലോ നീ ഇപ്പം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ ഇപ്പൊ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. നല്ല കാര്യം. നിനക്ക് ഉള്ള സമയങ്ങളിൽ നീ ഉണ്ടാക്കി പോയി. നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. നിന്റെ പോക്കുകളൊക്കെ നമുക്കൊന്ന് കാണട്ടെ. കാരണം നിനക്ക് വളരാൻ പറ്റിയാൽ നല്ലതല്ലേ. ഇതുപോലെ മനുഷ്യനെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ വളരാൻ പറ്റിയാൽ നമുക്കൊന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടിട്ടാണ്. കാരണം ഇതിങ്ങനെ പറയേണ്ടത് വന്നത് എന്റെ അടുത്തായിട്ട് വരൂല. അഖിൽ മാരാർ വന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പൊ അഖിൽ മാരാറിന്റെ സീസണിലെ ആളുകൾ തിരിച്ചിറങ്ങി വന്ന ഓരോരുത്തരെയും അഖിൽ മാരാർ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെട്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദരനെയൊക്കെ വളരെ മോശമായിട്ട് അഖിലിന്റെ ലൈവിലൊക്കെ പറഞ്ഞേക്കുന്നത്. അഖില് ചെലവിന് കൊടുത്തിട്ടൊന്നും തിന്ന് ജീവിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടാ നാദറ. അഖിലിന് കൂടെ നിൽക്കുന്ന ഏതെങ്കിലും 1-2 പിള്ളേര് വന്നിട്ട് അഖില് അങ്ങോട്ട് വെള്ളപൂശിയ ഒന്ന് സോഫ്റ്റ് കോർണർ കാണിക്കുന്ന സമയത്ത് അവര് വന്നിട്ട് അഖിലിനെ ചിലപ്പോൾ പാമ്പർ ചെയ്തൊക്കെ പ്ലീസ് ചെയ്തൊക്കെ നിന്നിട്ടൊക്കെ ആയിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് വേറെയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ സംഭവങ്ങൾ അഖിൽ അവിടെ വാഗ്ദാനം കൊടുത്തിട്ട് വെളിയിൽ വന്നാൽ നിറവേറ്റില്ലെങ്കിൽ അഖിലിന് നാണക്കേട്. അങ്ങനെ വാഗ്ദാനം കൊടുത്തത് അഖിൽ ചെയ്തത് മാത്രമല്ല, അത് അഖിൽ മറ്റേ എന്തോ ഞാൻ അങ്ങനെ എന്തൊക്കെയോ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥകളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ കാര്യം. അതൊക്കെ ഭയങ്കര മോശം. കാരണം നിങ്ങളായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ നല്ലത് കേട്ടോ, നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു മനസ്സുണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച ഒരാളാണ്. കാരണം പിന്നീട് അത് വന്ന് കൊടുത്തതിന് വിളിച്ച് കൂന്ന പ്രകൃതം ഉണ്ടല്ലോ, ആ വൃത്തികെട്ട ആ സാധനം. നന്ദിയില്ലാത്തത് ഓൾറെഡി മറ്റൊരിടത്ത് കാണിച്ചപ്പോൾ തന്നെ ഇനി കൂടെ ഉള്ളവരുടെ അടുത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്നറിയാം. വീട്ടിലുള്ളവരടുത്തൊക്കെ അങ്ങനെ ആണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ശരിക്കും വസ്തുതയിൽ കൂടെയാണ് കേട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. നന്ദി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും വേണം. അതുപോലെ തന്നെ നീ ഉന്നയിച്ച സ്റ്റേറ്റ്മെന്റ് കാരണം പല കുടുംബത്തിനകത്ത് കിടക്കുന്ന സ്ത്രീകൾക്കും ഭയങ്കര ഭയമായിരിക്കും. ചിലപ്പോൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലരും ഇനി ഇവിടെ ബിഗ് ബോസിൽ പോകുമ്പോൾ അവരിങ്ങനെ സംസാരിക്കോ, അവരിങ്ങനെ കൂടെ കിടക്കാൻ വിളിക്കോ എന്നുള്ള രീതിയിലൊക്കെ നീ സംസാരിക്കും. ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി അവർക്ക് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള പെണ്ണുങ്ങളെ കൂടെ കിടക്കാൻ വിളിച്ചിട്ട് ജീവിക്കേണ്ട ഗതികേടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായ? ഇനി അത്തരത്തിൽ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അഖിൽ മാരാറെ ഞാൻ അതാണ് പറയുന്നത്, ഉണ്ടെങ്കിൽ അതിനെ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. വെറുതെ വിളിച്ചു പോവരുത്. അങ്ങനെ പ്രൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും. നമ്മൾ കൂടെ അതിന് ബിഗ് ബോസിലല്ല എല്ലാത്തിലും കൂടെ നിൽക്കും. പക്ഷെ നീ അടച്ചാക്ഷേപിച്ച സാധനത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ മാത്രം തിരുത്താൻ പറയുന്നതിന് നിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ സാധനം നിനക്ക് അനുവദിക്കുന്നേ ഇല്ല. നീ ലാസ്റ്റ് പറഞ്ഞു എന്റെ മോളിനകത്ത് ഒരു സ്ത്രീകളോട് മോശപ്പെട്ട ബിഹേവിംഗ് നടത്തിയ ഒരാളിനെ പുറത്താക്കിയെന്ന്. നീ നൈസായിട്ട് അതിനങ്ങ് കവറപ്പ് ചെയ്തു. ഒന്നും അറിയാത്ത പോലെ വെളിയിലത്തെ അജണ്ടയുടെ ഭാഗമായി അഖിൽ മാരാർ കളിക്കുന്നില്ലേ എന്നറിയാക്കാൻ വേണ്ടിയിട്ട് ആ സാധനം പറഞ്ഞു. കാരണം ഞാൻ ഇന്നലത്തെ ലൈവിനകത്ത് ആ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മോളിനകത്ത് ആഷനത്തിനകത്തോ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലെ ആളുകളുടെ കംപ്ലൈന്റ് കിട്ടി വിളിച്ചു ചോദിക്കണം, നിന്റെ ആർമി എന്ന് പറഞ്ഞ നിന്റെ ടീമുണ്ടല്ലോ അവന്മാരെ എല്ലാത്തിനും നീ മൂഞ്ചിപ്പിച്ചില്ലേടാ? അവരൊരു ഫാൻസ് മീറ്റ് പോലെ വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്ക് അവരെടുത്തുനിന്ന് പൈസ ചോദിച്ചില്ലേടാ? നീ നാണുണ്ടോടാ നിനക്ക്? നിന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് ഇത്രയും വലുതാക്കി നിന്റെ പിറകെ നിന്ന് അയ്യോ അഖിലിനെ പറഞ്ഞാൽ പൊള്ളുമായിരുന്നു. അവന്മാർക്കത് കിട്ടണം. സത്യം പറഞ്ഞ ഒരു ബർത്ത്ഡേ വിഷസ് അഖിൽ മാരാറിന്റെ ആർമിയിൽപ്പെട്ട ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അഖില് പൈസ വാങ്ങിക്കും. അതാണ് അഖിലിന്റെ ഇത്. പിന്നെ കുറെ കഥകളുണ്ട്, മുമ്പത്തെ കഥകൾ ഉൾപ്പെടെ. ഞാൻ എന്തെന്നറിയോ ഇത് പറയണത് എന്തെന്നറിയോ? ഇതൊരു വിഷമം ഉണ്ടാവുന്നു. വിഷമം നന്ദി കാണിക്കടാ. മനസ്സിലായ? ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ട് കാറാതെ നീ വസ്തുതകൾ കൊണ്ടുപോവാ. വസ്തുതകൾ കൊണ്ടുവന്ന ഒരു പെണ്ണിന് പ്രശ്നമാണെങ്കിൽ നിക്കാടാ ഞങ്ങള്. സ്ത്രീപക്ഷവാദികൾ കിടന്നു കുരയ്ക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. വസ്തുതകൾ കൊണ്ടുപോവാ, ആ പെണ്ണിന്റെ ഒപ്പം നിൽക്കും. എന്നിട്ട് പറയരുത് ഇല്ലാത്ത കാര്യത്തിന് പീഡിപ്പിച്ചത് എങ്ങനെ കാണിക്കും എന്നൊന്നും പറയരുത്. അങ്ങനെയൊന്നും അല്ല കഥ. മനസ്സിലായ? വസ്തുതകൾ കൊണ്ടുപോവാ. വസ്തുതകൾ പേഴ്സണലി കൊണ്ടുപോവാ. പബ്ലിക്കിൽ വേണ്ട, പേഴ്സണലി കൊണ്ടുപോവാ. നിൽക്കും. എന്നിട്ട് വന്ന് പറയാം, പബ്ലിക്കിലായിട്ട് വന്ന് പറയുന്നത് അഖിൽ മാരാർ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചില്ലേ അത് ഇന്ന കാര്യം കൊണ്ടിട്ടാണ് കേട്ടോ, അത് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് ഞാൻ പറയാം. നിനക്ക് അന്തസ്സുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു അഖിൽ മാരാറെ. ഇനി അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അഖിൽ മാരാറിനെ വെല്ലുവിളിക്കുന്നു. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ ഇതാക്കി അങ്ങ് പോവല്ലേ അഖിലേ.
അങ്ങനെ 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 ഇതാക്കി പോവല്ലേ. എല്ലാരെയും അങ്ങ് പൂച്ചിച്ച് തള്ളി. അഖിലെ നിനക്ക് ഓപ്പോസിറ്റ് ആളുണ്ടായിരുന്നോണ്ട് നീ രാജാവായി അഖിലെ. അല്ലെന്നുണ്ടെങ്കിൽ നീ അവിടെ ശ്വാസം വിട്ട് വെറുതെ ഇരിക്കുമായിരുന്നു. ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ജനങ്ങൾ ബിഗ് ബോസ് ഷോയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഒരാളെങ്കിലും ഒരാൾ കളിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടതാ. അവിടെ നാദർ ആയിക്കോട്ടെ, ശോഭ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ജുനൈസ് ആയിക്കോട്ടെ, ഇവരൊക്കെ നല്ല രീതിയിൽ നിന്ന് കളിച്ചു. ശോഭയും ജുനൈസും മാത്രമാണ് നിനക്ക് ഈ വിസിബിലിറ്റി ഉണ്ടാക്കി തന്നത്. ആ ഷോയ്ക്കകത്ത് വളരെ വസ്തുത പറഞ്ഞുതരാം, ശോഭയും ജുനൈസും ആണ് നിനക്ക് ആ ഷോയിൽ മുഴുവൻ വിസിബിലിറ്റിയും തന്നത്. നീ രാജാവാനുണ്ടായിരുന്ന ഏറ്റവും വലിയ നന്ദി കാണിക്കേണ്ടത് അവരുടെ അടുത്താണ്. മനസ്സിലായില്ലേ? നീ എന്നിട്ട് അവിടെ നിന്നോണ്ട് ആ ഷോയിന്റെ ഉള്ളിൽ നിന്നോണ്ട് തന്നെ എനിക്ക് ഇതില്ല, ഇവരില്ല, അവരില്ല എന്നൊക്കെ പറഞ്ഞു. നിനക്കിപ്പോ ഒരാളിപ്പോ വന്ന് സംസാരിക്കും, അതിനകത്ത് ചലഞ്ചറായിട്ട് കയറിയിട്ടുള്ള ഒരാൾ വന്ന് നിന്ന് സംസാരിക്കും, നീ അയാളോട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അതൊക്കെ നീ ബാക്കി പറയാന്ന് തന്നെ അറിയും. അതുകൊണ്ട് പൊന്നഖിൽ മാരാർ, നീ പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ മുഴുവൻ സ്ത്രീകളെയും അടച്ചാക്ഷേപിച്ച വിഷയത്തിൽ അതിന് നിനക്ക് തെറ്റ് പറ്റിയെങ്കിൽ അതിന് നീ ക്ഷമ പറയാ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് നീ പ്രൂവ് ചെയ്യിക്ക. ഇല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഓരോ സ്ത്രീകളെയും, ബിഗ് ബോസ് ഹൗസിൽ വന്ന കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഓരോ സ്ത്രീകളെയും ബാധിക്കും. എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ തന്നെ റീസൺ അഖിലിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കേട്ട പാടെ തന്നെ ഞാൻ അഖിലിനോട് പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞു. രണ്ടാമത് അഖിൽ ഒരു വീഡിയോ ഇടുമ്പോഴും ഒരു പുച്ഛസ്വരത്തിലായിരുന്നു ആ വീഡിയോ ഇട്ടത്. അപ്പോഴും ഞാൻ വിട്ടുകളഞ്ഞ് പിറ്റേ ദിവസം ഞാൻ തന്നെ പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് എന്റെ മുന്നത്തെ പോസ്റ്റിനെ എടുത്തോണ്ട് വന്ന് മീൻസ് മുന്നത്തെ പോസ്റ്റ് ഇട്ടത് അങ്ങനെയാണെന്ന് വരുത്തി തീർത്ത അഖില് അതിലൂടെ സ്പേസ് ചെയ്യാൻ ശ്രമിച്ചെടുത്ത് നിന്നാണ് ഞാൻ വീണ്ടും 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 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. എനിക്ക് ബാധിച്ചു, അതിന് അഖില് ആൻസറബിൾ ആവണം. അതാണ് അഖില് പറയേണ്ടത്. അല്ലാതെ തോന്നിയവാസം പറയരുത്. നിനക്കാ നന്ദിയില്ല. ജീവിക്കണ പിള്ളേരൊക്കെ പോയി ജീവിച്ചോണ്ട് പെട്ടത് എങ്ങനെ ജീവിച്ചോണ്ട് പെട്ട. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിച്ചു കൊടുക്കുക. ഇപ്പൊ അപ്പനും ആവണ്ട, അപ്പൂപ്പനും ആവണ്ട, സുഭദ്രയാവണ്ട. നീ ഒന്ന് അടങ്ങ്.